ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിഡ് സൈക്കിളിൻ്റെ റീസ്റ്റോറേഷനാണ്. ഇതുപോലെയുള്ള വീഡിയോസ് യൂട്യൂബിൽ ധാരാളം കാണാൻ പറ്റും. പക്ഷേ അവരാരും അതിൻ്റെ കോസ്റ്റും മറ്റ് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ മാറ്റേണ്ടി വരും, അതുപോലെ ഇതിന് ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സൈക്കിളാണ് നമുക്ക് റീസ്റ്റോറേഷൻ ചെയ്യേണ്ടത്. ഇത് BSAയുടെ ബേഡി എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രെയിം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വേറെ വലുതായിട്ട് ഇതിനകത്തൊന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പാർട്സ് മൊത്തം അഴിച്ചെടുക്കണം. അപ്പോൾ ഈ സൈക്കിൾ എനിക്കൊരു ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ സീറ്റ്, ഹാൻഡിൽ ബാർ തുടങ്ങിയ സാധനങ്ങളൊന്നും കാണാൻ തന്നെ ഇല്ല. അതുപോലെ വീലിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സൈക്കിൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെറിയ സൈക്കിളിനും അതുപോലെ വലിയ സൈക്കിളിലും ആപ്ലിക്കബിളാണ്. അപ്പോൾ ഇതുപോലെ പഴയ സൈക്കിൾ ശരിയാക്കി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഫ്രെയിം അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പഴയ പെയിൻറ്റ് മൊത്തം റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ പെയിൻറ്റ് റിമൂവർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ പെയിൻറ്റ് റിമൂവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തം സാൻഡ് ചെയ്താണ് കളഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രെയിമിൻ്റെ പെയിൻറ്റ് മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് പ്രൈമർ അടിക്കണം. അപ്പോൾ നമ്മൾ ഫ്രെയിമിൽ പ്രൈമർ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവിടെ ഇവിടെ ആയിട്ട് ചില കുഴികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അതിലെല്ലാം നമുക്ക് പുട്ടിയിട്ട് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് പേപ്പർ പിടിച്ചെടുക്കണം. അപ്പോൾ പേപ്പർ പിടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ഥലങ്ങളും കൂടെ ലെവലായി വരാനുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും പുട്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇത് കറക്റ്റ് ഫിനിഷിങ് ആവുന്ന വരെ ചെയ്യണം. അപ്പോൾ അതിന് ശേഷം വീണ്ടും ഒരു കോട്ട് പ്രൈമറും കൂടി അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രെയിമിനെ വീണ്ടും പ്രൈമർ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ പേപ്പർ പിടിച്ചിട്ട് നല്ല സ്മൂത്താക്കി എടുക്കണം. നമ്മൾ ഫ്രെയിം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പെയിൻറ്റ് ചെയ്യണം. ത്രെഡ് വരുന്ന ഭാഗങ്ങളൊക്കെ പെയിൻറ്റ് കയറാതെ അല്ല പേപ്പറോ മറ്റോ വെച്ച് അടച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് സ്റ്റിക്കർ വർക്കും കൂടെ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫൈനൽ അസംബിൾ ചെയ്യണം.
അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഈ സൈക്കിളിൽ നിന്ന് കിട്ടിയത് ഫ്രെയിം, ഫോർക്ക്, അതുപോലെ തന്നെ ക്രാങ്ക് സെറ്റ്, ഇത്രയും മാത്രമാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പം ബാക്കി സാധനങ്ങളെല്ലാം തന്നെ പുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി കോസ്റ്റ് കൂടുതലായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നത് 2880 രൂപയാണ്. അതായത് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് വീൽ സെറ്റിന് 900 രൂപയായി. അതുപോലെ പെയിൻറ്റിന് ഞാൻ ഒരു 500 രൂപയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു എക്സാക്റ്റ് കോസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ 2-3 ടൈപ്പ് പെയിൻറ്റും അതുപോലെ പ്രൈമർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത്രയും കോസ്റ്റ് വരണമെന്നില്ല. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൈക്കിളിൻ്റെ വീൽ സെറ്റ് നല്ലതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹബിനെ അഴിച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് വീലൊന്ന് പെയിൻ്റ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്കൊരു 900 രൂപ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഹാൻഡിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് മഡ് ഗാർഡ് വേണമെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ പെയിൻറ്റ് ഇപ്പോൾ ഒരു ചെറിയ രീതിക്കാണെങ്കിൽ നമുക്കൊരു 200 രൂപയ്ക്കകത്തും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ മാറ്റുന്നതാണ് നല്ലത്. അത് എന്തായാലും നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 1380 രൂപയ്ക്കകത്തും ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് 20 ഇഞ്ച് വീൽ സൈസ് വരുന്ന ഒരു സൈക്കിളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു വലിയ സൈക്കിളാണെങ്കിൽ, അതായത് ഒരു 26 ഇഞ്ച് വീൽ സൈസ് വരുന്നതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വീൽ സെറ്റ് വന്നിട്ട് 2 എണ്ണം ഒരു 1200 രൂപയാവും. അതുപോലെ ടയർ, ട്യൂബ്, ഹാൻഡിൽ, സീറ്റ് ഇതെല്ലാം കുറച്ചും കൂടെ വില കൂടും. പിന്നെ ബാക്കി വരുന്ന സാധനങ്ങളുടെ കോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഏകദേശം കോസ്റ്റ് എത്ര വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ സൈക്കിൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് വീൽ സെറ്റ് നല്ലതായിട്ടുള്ള സൈക്കിൾ നോക്കി സെലക്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരെയും ബൈ.